Hi, എല്ലാവർക്കും നമസ്കാരം and welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മേക്കപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമോ DIYയോ ഓളോ അല്ലെങ്കിൽ ഒരു കെയർ വീഡിയോ ഇന്ന് അങ്ങനത്തെ വീഡിയോ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് ഇത് പറയണം എന്ന് തോന്നി. കാരണം നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നമ്മളത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഫെയർനെസ് ഒബ്സെഷനെ കുറിച്ചിട്ട് ആണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ TV ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമ്പോൾ മാഗസീൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ പോസ്റ്റേഴ്സ് ഹോർഡിങ്സിലൊക്കെ ഫെയർനെസ് പ്രോഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ്സ് ഒരുപാടുണ്ടാവും. ഈ ഫെയർനെസ് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ചിരി വരും. കുറച്ചെങ്കിലും ബോധമുള്ള ആൾക്കാർക്ക് ചിരി വരും. ആൻഡ് ഐ ഹോപ്പ് എൻ്റെ ഓഡിയൻസ് എല്ലാം നല്ല ബോധമുള്ളവരാണ്. എന്തൊക്കെയാ അവർ ഈ ഒരു ഫെയർനെസ് പ്രോഡക്റ്റിൽ കാണിച്ചു കൂട്ടുന്നത്? ഒരു ഡാർക്ക് സ്കിന്നുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് കല്യാണം ആവുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്കിന്നുള്ള ആണാണെങ്കിൽ അവന് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് സഡൻലി അവർ ഒരു സോ കോൾഡ് ഒരു ഫെയർനെസ് ക്രീം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് അവർ ഒരു രാത്രി കൊണ്ട് വെളുത്ത് അവർക്ക് ചെറുക്കനെ കിട്ടുന്നു. ആൻഡ് ജോബ് അവർക്ക് ഇന്റർവ്യൂ അവരുടെ ക്ലിയർ ആവുന്ന ഒരു ജോബ് കിട്ടുന്നു, അവർക്ക് സക്സസ് ആവണു. ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? I know personality is a big factor. പക്ഷെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ സ്കിൻ ടോണിനെ എവിടെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഒരു ഡാർക്ക് സ്കിന്നുള്ള ആളിന് പേഴ്സണാലിറ്റി ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പേഴ്സണാലിറ്റി ഉള്ളൂ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ളൂ. അതൊക്കെ ടോട്ടലി എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സിക്ക് മെൻറ്റാലിറ്റിയാണ് അത്. അങ്ങനത്തെ മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഐ തിങ്ക് ദേ നീഡ് ഹെൽപ്പ് എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അഡ്വർടൈസ്മെന്റ്സിൽ നമുക്ക് കാണാൻ പറ്റും ഒരു രണ്ട് പെൺകുട്ടികൾ നടന്നു വരുന്നു. ഒരു പെൺകുട്ടി ഭയങ്കര വിഷമിച്ചിരിക്കുന്നു, ചോദിക്കുന്നു നിനക്ക് എന്താ പറ്റിയ? അപ്പോൾ പറയുന്നു അവൻ എന്നെ റിജക്റ്റ് ചെയ്തു കാരണം എൻ്റെ സ്കിൻ ടോൺ ഇങ്ങനെ. മറുവശത്ത് വേറെ അഡ്വർടൈസ്മെന്റിൽ കാണുന്നു നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയുന്നു എനിക്ക് ജോബ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് കറുത്ത നിറമായി പോയി. അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ കോളേജിൽ പെൺകുട്ടികളെ കളിയാക്കുന്നു, എന്താണ് ഫ്രഷേഴ്സ് പാർട്ടിക്ക് പാർട്ട്ണറെ കിട്ടിയില്ല. ശരിക്കും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യണോ? അല്ലെങ്കിൽ ഇതൊക്കെയാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത്? എന്താ ഒരു ഡാർക്ക് സ്കിന്നുള്ള ആളിന് കല്യാണം കഴിക്കാൻ ഈ ലോകത്ത് അധികാരമില്ലേ? അല്ലെങ്കിൽ ജോബ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള അധികാരമില്ലേ? അല്ലെങ്കിൽ ഫ്രഷേഴ്സ് പാർട്ടിക്ക് പോകാനായിട്ട് അധികാരമില്ലേ? ഈ ലോകത്ത് വെളുത്ത ആൾക്കാർ മാത്രം ജീവിക്കണം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവർക്ക് മാത്രം ഈ ലോകത്ത് സ്ഥാനമുള്ളൂ എന്ന് പറയുന്നത് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എനിക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ. ഇനി നമുക്ക് ഫെയർനെസ് ക്രീംസിനെ കുറിച്ചിട്ട് സംസാരിക്കാം. എനിക്കൊന്ന് ഈ ഒരു ഫെയർനെസിന്റെ ഒരു ഒബ്സെഷൻ ആദ്യമേ തുടങ്ങിയത് ഫെയർ ആൻഡ് ലവ്ലി ആണ് അറിഞ്ഞിടത്തോളം. പിന്നെ അതിന്റെ പുറകിനായിട്ട് കുറെ വെളുക്കാനും ഒക്കെ ആയിട്ടുള്ള കുറെ പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ലോഞ്ച് ആയി. ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളിൽ 99% ആൾക്കാർക്കും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പുറത്ത് ഡിനൈ ചെയ്താലും നിങ്ങൾക്ക് ഉള്ളിൽ അറിയാം നിങ്ങൾ എന്താണെന്ന്. അഡ്മിറ്റ് ചെയ്യാം, ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യാത്ത ഒരാൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും ഫെയർ ആൻഡ് ലവ്ലി. ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാരെന്നല്ല ഞാൻ പറയുന്നത്, ഈവൻ വെളുത്ത ആൾക്കാർ പോലും ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ അത്രയും എന്താ പറയുക, അത്രയും ക്യാച്ചി ആയിരുന്നു, അത്രയും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്തിരുന്നു. ദാറ്റ് എല്ലാവരും ഒരു കൂട്ടത്തോടെ തന്നെ അവരുടെ മൈൻഡിൽ വന്നു ദാറ്റ് ഫെയർ ആൻഡ് ലവ്ലി അല്ലാണ്ട് വേറെ ക്രീം ലോകത്ത് എക്സിസ്റ്റേ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും അത് യൂസ് ചെയ്തിട്ട്. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈമിൽ നമുക്ക് ഇത്രയും ഒരു ബോധം ഇല്ലാത്ത സമയത്തൊക്കെ ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഒരു സത്യം പറയാലോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും കിട്ടിയിട്ടില്ല. കാരണം അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഫിനിഷ് നമുക്ക് തരുമോ? ഇല്ല. നമ്മൾ ആ ഒരു ഫെയർ ആൻഡ് ലവ്ലി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട പോലെ ഒരു ഫീല് വരും. ശരിക്കും വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി എന്ന് പറയില്ല, ആ ഒരു സിറ്റുവേഷൻ വരുമായിരുന്നു. അതിട്ടുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേർത്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ്. കാരണം അത്രയും ശരിക്കും ബോറായിട്ട് തോന്നുന്നു നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ
ഫെയർനെസ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് എന്താണ് വലിയൊരു ഫാക്ടർ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു ദിവസം ഒരു പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് എനിക്ക് വെളുക്കണം എന്ന് ഒരിക്കലും പറയില്ല. അവളെ അല്ലെങ്കിൽ അവനെ ആരെങ്കിലും തോന്നിപ്പിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ലോ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ഇൻ ഷോർട്ട്, നമ്മുടെ ഒരു ആൾക്കാരുടെ ഒരു ഇന്ത്യൻ മെൻറ്റാലിറ്റിയാണിത്. അയ്യോ നിറം കുറവാ കൊച്ചിന്, അയ്യോ അവന് നിറം കുറവാ, അയ്യോ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അയ്യോ നിറം കുറവാ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ചില ആൾക്കാർ വിടാറില്ല. സ്റ്റാൻഡപ്പ് കോമഡിയൻസിന്റെ ഒക്കെ സ്റ്റാൻഡപ്പ് കോമഡി കണ്ടു കഴിയുമ്പം ചിലവരൊക്കെ ഇങ്ങനത്തെ ഒരു നമ്മുടെ ഈ ഒരു ഫെയർനെസ് ഒബ്സെഷനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിച്ചു, സായി കിരൺ എന്നാണെന്ന് തോന്നുന്നു എനിക്ക് പേര്, പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഞാൻ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ ശരിക്കും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടാണ് പറയുന്നതെങ്കിലും നമ്മൾ ശരിക്കും ചിന്തിച്ചു പോകും. ആ പുള്ളിക്കാരൻ പറയുന്നു ദാറ്റ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ചായ കോഫി കുടിക്കാൻ സമ്മതിച്ചില്ല, കാരണം അത് കുടിച്ചാൽ ഞാൻ കറുത്തു പോകും. നമ്മുടെ നമ്മുടെ സൊസൈറ്റിയുടെ മെൻറ്റാലിറ്റി കാരണം നമ്മൾ ഈ ഒരു ഫെയർനെസ് പ്രോഡക്റ്റ് യൂസ് ചെയ്യും അല്ലേ. ആൾക്കാരുടെ പറച്ചിൽ കേൾക്കാൻ വയ്യാണ്ട് വന്നിട്ട് നമ്മൾ ഫെയർനെസ് പ്രോഡക്റ്റ് യൂസ് ചെയ്യും. കുറച്ച് നാൾ മുന്നേ ഗ്ലൂട്ടാഥയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഫേമസ് ആയിരുന്നു. കുറേ യൂട്യൂബേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഈ ഗ്ലൂട്ടാഥയോൺ യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു. ഗ്ലൂട്ടാഥയോൺ, ഫെയർനെസ് ക്രീംസ്, ഇഞ്ചെക്ഷൻസ്. ഈ ഗ്ലൂട്ടാഥയോണിൻ്റെ ഇഞ്ചെക്ഷൻസ് വരെ ഉണ്ട്. നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന അത്രയും അമൗണ്ട് ആണ് ഓരോരോ ഇഞ്ചെക്ഷൻസിന് വരുന്നത്. ആൻഡ് എത്രത്തോളം സിറ്റിങ്സ് വേണ്ടി വരും. ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്തിട്ട് എന്തിനാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് പല തവണയും, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിനെ കഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫേസിനെ കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യരുത്. നമുക്ക് നമ്മുടെ ഫേസിനോട്, നമ്മുടെ സ്കിന്നിനോട്, നമ്മുടെ ശരീരത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ടോർച്ചർ, ലിറ്ററലി ഞാൻ അതിനെ ടോർച്ചർ എന്നേ പറയുള്ളൂ, ടോർച്ചർ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ ചെയ്യില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു ന്യൂസ് കണ്ടു. ഫെയർ ആൻഡ് ലവ്ലി അവരുടെ പേര് ഗ്ലോ ആൻഡ് ലവ്ലി എന്നാക്കിയെന്ന്. How does it make any sense? Fair and Lovely ho ya Glow and Lovely, അവരുടെ ഇൻഗ്രീഡിയൻസ്, അവരുടെ ആ ഒരു പ്രോഡക്റ്റ്, അവരുടെ ആ പ്രോഡക്റ്റിന്റെ ഫോർമുല അത് സെയിം തന്നെയല്ലേ. ഇവൻച്വലി അവരെന്താണ് ഒരു ഫെയർനെസ് ക്രീം തന്നെയാണ് മാർക്കറ്റിൽ ഇറക്കിയേക്കുന്നത്. ഇന്നേ വരെ ഫെയർ ആൻഡ് ലവ്ലി ഇട്ട് യൂസ് ചെയ്തിട്ട്, ഇത്രയും വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിട്ട് വെളുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എങ്കിൽ പിന്നെ എല്ലാവർക്കും ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ച് യൂസ് ചെയ്തുകൂടെ? നമ്മുടെ ഈ ഇന്ത്യയിൽ ഈ പ്രശ്നങ്ങളെ വരില്ല. ഇന്ത്യയിൽ ഈ ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആയത് കാരണം എത്രത്തോളം ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ, ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും നിറം കുറവ് കാരണം പെണ്ണുങ്ങളെ എത്രത്തോളം ടോർച്ചർ ചെയ്തേക്കുന്നത്. ഈവൻ സിനിമകളിൽ പോലും നമ്മൾ കാണാറുണ്ട്. നമ്മളൊക്കെ സിനിമ കണ്ട് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, സിനിമയിൽ പോലും ടോർച്ചർ ചെയ്യുന്നു, തീ കൊളുത്തി കത്തിപ്പിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ഒരുപാട് നമ്മൾ ടി വിയിലെ സ്റ്റാർസിനെയും ഫിലിം സ്റ്റാർസിനെയും ഈവൻ യൂട്യൂബിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും ഒക്കെ നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ അഡ്മയർ ചെയ്യുന്ന ആളുകൾ തന്നെ ഫെയർനെസ് ക്രീം അല്ലെങ്കിൽ ഫെയർനെസ് പ്രോഡക്ട്സ് എൻഡോഴ്സ് ചെയ്യുന്നത് എത്രത്തോളം ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു ആക്ട്രസിൻ്റെ ഞാൻ പേര് പറയാനല്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ കട്ട് ഒരു റിസൾട്ട് കിട്ടും. ആരൊക്കെ ഈവൻ ബിഗ്ഗസ്റ്റ് ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് വരെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നിങ്ങളെ കണ്ടിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ നോക്കിയിട്ടാണ് ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ അവരെ വഴിതെറ്റി വിടുന്നത് നല്ല കാര്യമാണോ? ഒട്ടും നല്ല കാര്യമല്ല. 2-3 ആക്ട്രസസിനെ കുറിച്ചിട്ട് ഞാൻ വായിക്കുകയും ചെയ്തത്. സായി പല്ലവി, കങ്കണ റണൌത്ത്, അവരൊക്കെ ഈ ഫെയർനെസ് പ്രോഡക്റ്റ് എൻഡോസ് ചെയ്യാനായിട്ട് ടോട്ടലി അവർ വേണ്ട എന്ന് പറഞ്ഞു. അവർക്ക് കോടികളാണ് ഈ ഒരു കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞത്. എത്രയൊക്കെ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞാലും അവർ വേണ്ട എന്ന് പറഞ്ഞു. കാരണം അവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന കാര്യമായിരിക്കാം അല്ലേ. ഒരു ഈവൻ കങ്കണ റണൌത്തിൻ്റെ ആയാലും, കങ്കണ റണൌത്ത് ഫെയർ ആണെങ്കിലും പുള്ളിക്കാരിയുടെ സിസ്റ്റർ കുറച്ച് ഒരു മീഡിയം സ്കിൻ ടോൺ ആണ്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ ഒരിക്കലും ചെയ്യില്ല, ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ തന്നെയാണ്. അപ്പം ഞാൻ എന്തിനാണ്? അതൊരു വാലിഡ് പോയിന്റ് ആണ് അല്ലേ. നമ്മൾ യൂട്യൂബ് ത്രൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ. യൂട്യൂബിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിലും യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1000 വീഡിയോസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടും
ആ 1000 വീഡിയോസിൽ എന്തായിരിക്കും? ഒറ്റ രാത്രി കൊണ്ട് വെളുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ തന്നെ കാണുമ്പോൾ ഒരു കറുത്ത ആള് ഒരു ടോട്ടലി ഇപ്പുറത്തെ ഒരു വെളുത്ത ആള്. ആൻഡ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ അന്തം വിട്ടു പോകും. ശരിക്കും നമ്മൾ കണ്ണൊക്കെ നമ്മുടെ പുറത്ത് വരും, അത്രയ്ക്ക് നമ്മൾ അന്താളിച്ചു പോകും. കോൾഗേറ്റ് വെച്ചിട്ട് വെളുക്കാമെങ്കിൽ എല്ലാവരും മുഖത്ത് കോൾഗേറ്റും തേച്ചുകൊണ്ട് നടക്കൂല. നിങ്ങൾ ഈ വീഡിയോസ് കണ്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും സെൻസിബിൾ ആയിട്ട് വേണം ചിന്തിക്കാനായിട്ട്. കോൾഗേറ്റ് വെച്ചിട്ട് ആർക്കെങ്കിലും കോൾഗേറ്റ് നമ്മൾ പല്ല് വെളുപ്പിക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ ഫേസ് ഒരിക്കലും വെളുപ്പിക്കില്ല. ഞാനും ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഞാനും DIYs ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ DIYയിൽ ഒരിക്കലും ഞാൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിനെ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ആക്കുക, അതായത് നമ്മുടെ ഉള്ള സ്കിൻ ടോണിന് റേഡിയൻ്റ് ആക്കുക, ഗ്ലോയിങ് ആക്കുക, ഹെൽത്തി ആക്കുക. അല്ലെങ്കിൽ ഇരുനിറമാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് വെളുക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വീഡിയോ, ഞാൻ 100 കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിലൊന്നും ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കണ്ട് നിങ്ങൾക്കത് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, നല്ല ഇൻഗ്രീഡിയൻസ് ആണോ അവർ യൂസ് ചെയ്യുന്നത്. വെളുക്കാൻ വേണ്ടിയിട്ടുള്ള പാക്ക് ഒരിക്കലും യൂസ് ചെയ്യരുത്, ഒന്നും നടക്കാൻ പോണില്ല. അത്രേ ഉള്ളൂ പറയാനായിട്ട്. ചില വെഡിങ്ങിന് ബ്യൂട്ടീഷ്യൻസ് പെമ്പിള്ളേർ, നിറമുള്ള പെമ്പിള്ളേർ വെളുപ്പിച്ച് കളയും. ഫോട്ടോസ് വരുമ്പോൾ വെള്ളപ്പാണ്ട് പോലെ ഇരിക്കുന്നു, ഭയങ്കര വെളുത്തിരിക്കുന്നു, ഭയങ്കര വൃത്തികേടായി പോകും. മേക്കപ്പ് നമ്മുടെ ഉള്ള ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഓക്കെ, അതായത് ആക്നെ മാർക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മേക്കപ്പ് ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടീഷ്യനെ ഫൈനൽ ചെയ്യുമ്പോൾ അവരോട് പറയുക, അതായത് ചേച്ചി എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന ബേസ് ചെയ്യുക പ്ലീസ്. എനിക്ക് വെളുക്കണ്ട, ഞാൻ കറുത്താണ്, അല്ലെങ്കിൽ എൻ്റെ ഇരുനിറമാണെങ്കിൽ എനിക്ക് ആ ഒരു നിറം മതി. ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന ചേട്ടന്മാരും ആൽബം കൊണ്ട് തരുമ്പോൾ നല്ല വെളുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഭയങ്കര അവരുടെ എഡിറ്റിംഗ് സ്കിൽസ് ഫുള്ളും ആ ആൽബത്തിൽ കാണിച്ചിട്ടുണ്ടാവും. എൻ്റെ കല്യാണമായപ്പോൾ എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഇതായിട്ട് വെളുപ്പിച്ച് വെക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ പ്ലീസ് വെളുപ്പിച്ച് വെക്കരുത്, എന്താണോ അത് തന്നെ വെക്കുക. പിന്നെ ഫേസിൽ എന്തെങ്കിലും മാർക്കോ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അത് മാത്രം ജസ്റ്റ് ഒന്ന് മായച്ചാൽ മതി. പക്ഷെ മേക്കപ്പ് ഇടുമ്പോൾ നമുക്ക് അതും ഇല്ല. ആൻഡ് എൻ്റെ ബ്യൂട്ടീഷ്യൻ ചേച്ചി ടച്ച് വുഡ് നല്ലൊരു ചേച്ചിയായിരുന്നു. എന്നെ വെളുപ്പിക്കാനായിട്ടുള്ള ഒന്നും ചെയ്തില്ല. എന്താണോ എൻ്റെ സ്കിൻ ടോൺ, ആ ഒരു സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന ഒരു മേക്കപ്പ്. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനത്തെ മേക്കപ്പാണ് വേണ്ടത്. സോ എൻ്റെ കല്യാണത്തിൻ്റെ മേക്കപ്പ് ടച്ച് വുഡ് കുളമായില്ല. അപ്പോൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ പ്ലീസ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഒരു കൾച്ചർ വരുന്നത് എന്താന്ന് വെച്ചാൽ സിനിമയിലൊക്കെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ മൂവി കാണാണ്, ഹിന്ദി ബോളിവുഡ് മൂവി കാണുകയാണെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യനെ റെപ്രസെൻറ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ കറുത്തതായിരിക്കും, കറുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അയാളെ ഒരു വൈറ്റ് ഷർട്ട്, ഒരു ലുങ്കി ആൻഡ് ഇങ്ങനെ ഒരു മുണ്ട് അത് ഇട്ടിട്ടുണ്ടാവും. ആൻഡ് അവരുടെ ആക്സെന്റും ടോട്ടലി ചേഞ്ച് ആയിരിക്കും. അപ്പൊ എന്താണ് കറുത്തതെന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കറുത്ത ആൾക്കാർ തന്നെയാണ്. ഐ ആം എ സൗത്ത് ഇന്ത്യൻ, ഞാൻ കറുത്തതല്ല. ഓക്കെ, ഞാൻ കറുത്തതാണെങ്കിൽ എന്താണ് നോർത്ത് ഇന്ത്യയിൽ കറുത്ത ആൾക്കാരില്ല എന്നാണോ? നോർത്ത് ഇന്ത്യയിലും കറുത്ത ആൾക്കാരുണ്ടല്ലോ, പിന്നെന്താ അവരെ എന്താണ് ഈ സൗത്ത് ഇന്ത്യൻ എന്ന് പറയാത്തത്? സീരിയസ്ലി എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത, എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യമാണിത്. ഞാനൊരു നോർത്ത് ഇന്ത്യയിൽ വളർന്ന ഒരു ആളാണ്. ഞാൻ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സൗത്ത് ഇന്ത്യൻ ആയത് കാരണം. ഓക്കെ, സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മദ്രാസി തു മദ്രാസി ഹന തു മദ്രാസി ആന. എനിക്കെൻ്റെ ഉള്ളിൽ ആണോടെ മദ്രാസി, ഐ എം എ കേരളൈറ്റ്, ഐ ബിലോങ് ഫ്രം കേരള. അതും നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതും എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി കൂടിയാണ്. നേരത്തെയും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ കളറല്ല നിങ്ങളുടെ സക്സസ് തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ സക്സസ് തീരുമാനിക്കുന്നത്. നിങ്ങൾ കറുത്തതായാലും വെളുത്തതായാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിട്ടും കിട്ടും. അതിൽ നിങ്ങളുടെ കളർ എവിടെയും ചോദിക്കത്തില്ല. ഒരു ജോബിന് പോകുമ്പോൾ എവിടെയാണ് കറുത്തതാണോ നിങ്ങൾ വെളുത്തതാണോ നോക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ ജോബ് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നോട് ആരും ചോദിച്ചിട്ടില്ല നിങ്ങൾ സ്കിൻ കളർ എന്ന്, എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഞാൻ കറുത്തായാലും വെളുത്തായാലും എനിക്ക് പേഴ്സണാലിറ്റി ഉണ്ടോ, എനിക്ക് സ്കിൽസ് ഉണ്ടോ, എന്നെ അവർ ജോബിനെടുക്കും. അത്രേ ഉള്ളൂ. ഒരു കല്യാണം കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും
എനിക്ക് ആ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും നന്നായിട്ട് നോക്കാൻ പറ്റുമോ, സ്നേഹിക്കാൻ പറ്റുമോ, നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമോ, അത്ര നോക്കിയാൽ പോരെ. ഈ നിറം കുറവ് എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ട് നിറം കുറഞ്ഞ്, ആൻഡ് അവരൊക്കെ എന്തോരം സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നെൽസൺ മണ്ടേല, മൈക്കിൾ ജാക്സൺ, ഇവരൊക്കെ എന്താണ് വെളുത്ത ആൾക്കാരായിരുന്നു? അല്ലല്ലോ. ബട്ട് അവരൊക്കെ അവരുടെ ലൈഫിൽ എന്തോരം സക്സസ് ആണ് നേടിയേക്കുന്നത്. ഈ വൈറ്റ് സ്കിൻ അല്ലെങ്കിൽ ഈ ഫെയർ സ്കിൻ ഒബ്സെഷൻ നമ്മൾ ഇനിയെങ്കിലും വിടേണ്ടിയിരിക്കുന്നു. ചായ കുടിക്കരുത്, കറുത്തു പോകും. കാപ്പി കുടിക്കരുത്, കറുത്തു പോകും. പാല് കുടിക്കണം, പാല് കുടിച്ചാൽ വെളുക്കും. എന്തിന്? എനിക്ക് ചായ കോഫിയാണ് കുടിക്കാൻ ഇഷ്ടമെങ്കിൽ ഞാൻ ചായ കോഫി തന്നെ കുടിക്കും. എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കറുത്താല്. എനിക്ക് പാല് ഇഷ്ടമല്ല, എനിക്ക് പാല് കുടിക്കണ്ട, അങ്ങനെ ഒരു മെന്റാലിറ്റി വെക്കാം. കറുത്താണെങ്കിൽ എന്താ, എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അധികാരമില്ലേ? വെളുത്ത ആൾക്കാർക്ക് ജീവിക്കാനുള്ള സെയിം റൈറ്റ് തന്നെയാണ് ഒരു ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ്. ഒരു സ്കിൻ കളർ വെച്ചിട്ട് എന്തിനാണ് നമ്മളിൽ നിന്ന് അവരെ മാറ്റി വെക്കേണ്ടത്? കുഞ്ഞ് ജനിച്ചു, അബദ്ധത്തിൽ അതൊരു ഇറനിറമായിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉള്ളിൽ കൊടുക്കുന്നതിൻ്റെ അതിൽ കൂടുതൽ അതിൻ്റെ പുറത്ത് എൻ്റെ വീട്ടുകാർ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ഒരക്കലും തിരുമ്പലും. വെളുപ്പ് എന്ന് പറയുന്നത് അല്ല സൗന്ദര്യം. നമ്മുടെ മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെ കറുപ്പിന് 7 അഴകാണ്. ശരിയാണ്, കറുപ്പിന് 7 അഴക് തന്നെയാണ്. സ്കിൻ കളർ ഒന്നുമല്ല ഈ ലോകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് ഇതിലും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ഫെയർ സ്കിൻ ഒബ്സെഷൻ എപ്പോഴത്തേക്കും വേണ്ടിയിട്ട് മാറ്റിയേക്കാം. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യ എത്രയൊക്കെ ഡെവലപ്പായി എന്ന് പറഞ്ഞാലും ഈ ഒരു ഫെയർ സ്കിൻ ഒബ്സെഷൻ ഒരിക്കലും മാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കേസസ് ഞാൻ കാണുന്നു, ഞാൻ വായിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എനിക്കിത് പറയണം എന്ന് തോന്നി. കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അല്ലേ? ഇപ്പം ഞാൻ പറയുന്നത് ഒരു 4 ആളെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ 4 ആൾക്കെങ്കിലും ഇത് മനസ്സിലാവണം. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത്. എനിക്ക് എൻ്റെ വോയിസ് എത്രത്തോളം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ എത്തിക്കും. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും stay healthy, happy, blessed and love yourself. Bye.